ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മേടപ്പുലരിയെ വരവേൽക്കാൻ പാടങ്ങളിൽ കണിവെള്ളരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാടും നഗരവും കണി കാണാൻ ഉണരുമ്പോൾ ഓട്ടുരുളിയിൽ നിറഞ്ഞ പ്രഭയോടെ കണിവെള്ളരിയുമുണ്ടാകും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഓട്ടു കമ്പനി തൊഴിലാളി സമരം 80ാം ദിവസത്തിലേക്ക്. കമ്പനി ഉടമകളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹ സമരം. വിഷുവിന് നിറക്കാഴ്ചയൊരുക്കാൻ കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി. ബൈക്ക് അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായ യുവാവിന് പുതുജീവൻ. ചികിത്സയ്ക്ക് പണം സ്വരൂപിച്ചത് ബസ് യാത്രയിലൂടെ. വാർത്തകൾ വിശദമായി. വിഷുപ്പുലരിയിൽ സമൃദ്ധിയുടെ നിറക്കാഴ്ചയൊരുക്കാൻ പാടങ്ങളിൽ കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി. കോഴിക്കോട്, പെരുവയൽ, മാവൂർ പ്രദേശങ്ങളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണിവെള്ളരി വിളവെടുക്കുന്നത്. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ട്. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ സമൃദ്ധിയുടെ നിറക്കാഴ്ചകൾ ഒരുക്കേണ്ട കണിവെള്ളരികൾ നെൽപ്പാടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. കണിവെള്ളരിപ്പാടങ്ങളിലെ വെള്ളരികൾ സ്വർണ്ണ നിറമണിഞ്ഞ് സുന്ദരികളായിരിക്കുകയാണ്. കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പെരുവയൽ, കുറ്റിക്കാട്ടൂർ, പൈങ്ങോട്ടുപുറം, മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മലപ്പുറം, ചെറുപ്പ ഗ്രാമങ്ങളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണിവെള്ളരി കൃഷിയുള്ളത്. സ്വകാര്യ മാളുകളിലേക്കും മാർക്കറ്റുകളിലേക്കുമായി സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നുള്ള സംഘങ്ങളും ഇവിടെ എത്തി കർഷകരുമായി കച്ചവടം പറഞ്ഞുറപ്പിക്കുന്നു. വിഷുവിനടുപ്പിച്ചിട്ട് ഏപ്രിൽ 10, ഏപ്രിൽ 11, 12 ആകുമ്പോഴത്തേന് മാർക്കറ്റിൽ എത്തിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആളുകൾ സാധനം മേടിച്ച് വടകര, തൃശ്ശൂര്, തിരൂര് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടുന്നാണ്, കുറ്റിക്കാട്ടൂർ ഈ ഭാഗത്തു കൂടുതൽ കയറ്റി പോകുന്നത്. ഇവിടെയാണ് കണിവെള്ളരി കൂടുതലുണ്ടാകുന്നത്. അതിന് പറ്റിയ പാകമുള്ള സാധനങ്ങൾ ചെറുതായിട്ടും 1 കിലോയുടെ ചോടുള്ള സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൃഷി ചെയ്ത് അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം സ്വകാര്യ മാളുകളിലേക്ക് കിലോയ്ക്ക് 26 രൂപയ്ക്ക് വരെ കണിവെള്ളരി വിറ്റുപോയിട്ടുണ്ട്. ഇക്കുറി വില ഇതിനേക്കാൾ അല്പം കൂടുതലാണ്. വിഷുക്കാലമെത്തിയാൽ ചെറിയ കണിവെള്ളരിക്ക് പോലും 50 രൂപയാണ് മാർക്കറ്റിൽ ഈടാക്കുന്നത്. കർഷകരിൽ നിന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങുന്ന കണിവെള്ളരിയാണ് വിപണി പിടിച്ചടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കും ഇവ കയറ്റി അയക്കുന്നു. 45 ദിവസത്തെ അധ്വാനത്തിനൊടുവിൽ വിളവെടുക്കാമെന്നതാണ് കണിവെള്ളരിയുടെ പ്രത്യേകത. കടുത്ത വേനലിൽ വെള്ളരി പൊട്ടിക്കീറിപ്പോകാതിരിക്കാൻ നനയ്ക്കൊപ്പം ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. രാസവളങ്ങൾ പ്രയോഗിച്ചാൽ വെള്ളരി പൊട്ടിക്കീറാനും ചീഞ്ഞു പോകാനുമുള്ള സാധ്യത ഏറെയാണ്. വിഷു വന്നെത്തുന്നതോടെ കണ്ണിന് നിറക്കാഴ്ചകളുമായി കണിവെള്ളരികൾ സംസ്ഥാനത്തെ വിപണികളിൽ നിറയും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്ത ഓട്ടു കമ്പനി ഉടമകളുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ച് ടൈൽ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ സെക്രട്ടറി കെ കുഞ്ഞിമൊയ്തീൻകുട്ടിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. 2014 നവംബർ 1-ാം തീയതി മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2015 ജനുവരി 20 മുതൽ ഓട്ടു തൊഴിലാളികൾ ആരംഭിച്ച പണിമുടക്ക് സമരം 80 ദിവസം പിന്നിട്ടു. സമാന ഓടു വ്യവസായങ്ങളായ കോമൺവെൽത്ത്, ഫറോക്ക്, പുതിയറ, സ്റ്റാർ ടൈൽസ് കല്ലായി, സ്റ്റാൻഡേർഡ് ടൈൽസ് ഫറോക്ക്, ജനത ടൈൽ എന്നീ 5 കമ്പനികൾ പ്രതിമാസ ശമ്പളത്തിൽ 2315 രൂപ മുതൽ 2375 രൂപ വരെ വർധനവ് നൽകി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടും ദാർഷ്ട്യ മനോഭാവം വെച്ചുപുലർത്തുന്ന ഓട്ടു കമ്പനി ഉടമകളുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ച് CTMA സെക്രട്ടറി കെ കുഞ്ഞിമൊയ്തീൻകുട്ടിയുടെ വീട്ടുപടിക്കൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും സത്യാഗ്രഹ സമരം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. സംഘടിതമായിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയ തൊഴിലാളി വർഗത്തെ, ആ തൊഴിലാളി വർഗത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഏത് മുതലാളി ശ്രമിച്ചാലും ആ മുതലാളിമാർ പരാജയമാണെന്ന ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം
BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാരങ്ങയിൽ ശശിധരൻ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നായർ, മാന്നാൽ വാസുദേവൻ, ദിനേശൻ, സതീശൻ, M. മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ഡിജിറ്റൽ മീഡിയ അസോസിയേറ്റ്സ് കോഴിക്കോട് നിന്നും ആരംഭിക്കുന്ന മലയാളം വാർത്താ പോർട്ടൽ ദ കേരള പോസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഗവർണർ P. സദാശിവൻ നിർവഹിക്കും. വാർത്തകൾക്കും വിശകലനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന സ്വതന്ത്രമായ ഓൺലൈൻ വാർത്താ മാധ്യമമായിരിക്കും കേരള പോസ്റ്റ് എന്ന് സാരഥികളായ ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി, ചീഫ് എഡിറ്റർ P. ദാമോദരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളോടൊപ്പം വിശകലനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ദ കേരള പോസ്റ്റിൽ പ്രാധാന്യമുണ്ടാകുമെന്ന് ചീഫ് എഡിറ്റർ P. ദാമോദരൻ പറഞ്ഞു. ചർച്ച നടത്താനും ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കണ്ടെത്താനുമുള്ള മാധ്യമമായി നിലകൊള്ളാൻ കേരള പോസ്റ്റ് ശ്രമിക്കും. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൌരവമായി കൈകാര്യം ചെയ്യുന്ന, എന്നാൽ ഒരു പാർട്ടിയോടും ആഭിമുഖ്യമോ ചായ്വോ കാണിക്കാത്ത, തികച്ചും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സാരഥികൾ പറഞ്ഞു. തിങ്കളാഴ്ച കാലത്തെ 11:45 ചടങ്ങ് നടത്തുന്നത്. 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. നമ്മുടെ വ്യവസായ IT മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതിൽ അധ്യക്ഷം വഹിക്കുക. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമൊപ്പം വീഡിയോയും ചിത്രങ്ങളും ദ കേരള പോസ്റ്റിൽ ഉണ്ടാകും. മെയ് 1 മുതൽ സ്വന്തമായി വീഡിയോ നിർമ്മിച്ച് പോസ്റ്റ് ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. ദ കേരള പോസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഏപ്രിൽ 13 ടാഗോർ സെന്റിനറി ഹാളിൽ ഗവർണർ P. സദാശിവൻ നിർവഹിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പയ്യോളി മനോജ് വധക്കേസിൽ തങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. അന്വേഷണ ഘട്ടത്തിലായിരിക്കെ കേസിൽ ഇടപെടാനാവില്ലെന്ന് കാണിച്ചാണ് കോടതി പ്രതികളുടെ ആവശ്യം തള്ളിയത്. പയ്യോളി മനോജ് വധക്കേസിലെ 6 പ്രതികൾ കോഴിക്കോട് വഖഫ് കോടതിയിൽ നേരിട്ടെത്തിയാണ് തങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ കേസിൽ പുനരന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിൽ കേസിൽ ഇടപെടാനാവില്ലെന്ന് പറഞ്ഞ കോടതി പ്രതികളുടെ ആവശ്യം തള്ളി. എന്നാൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കും. ഇതേക്കുറിച്ച് 1-ാം പ്രതി അജിത് കുമാർ ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പോവുകയാണ്. കോടതി പറഞ്ഞ് പ്രതിക്ക് അതിൻ്റെതായ ഒരു സ്റ്റേജ്, ഒരു അവസരം കോടതി നിർബന്ധമായിട്ട് തരും. ഇനി അടുത്ത കേസ് 6/12 മാറ്റിവെച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. അതെ, അതിനുള്ളൊരു സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രതികൾ നൽകിയ ഹർജിയും കോടതി തള്ളിയിരുന്നു. അതേസമയം കേസ് അട്ടിമറിക്കാനാണ് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതെന്ന് പ്രതികൾ ആരോപിക്കുന്നു. ഈ ഉദ്യോഗസ്ഥൻ ചാർജ് ഏറ്റെടുത്ത ശേഷം തങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. CPM നേതാക്കളുമായി ചേർന്ന് തങ്ങളെ പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമമെന്നും പ്രതികൾ ആരോപിക്കുന്നു. 2012 പയ്യോളി മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കേസിൽ പിടിയിലായ 6 CPM പ്രവർത്തകർ തങ്ങൾ നിരപരാധികളാണെന്നും പാർട്ടി നിർദ്ദേശപ്രകാരം ഡമ്മി പ്രതികളാവുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസിൽ പുനരന്വേഷണം നടത്തി വരികയാണ്. കാക്കിക്കുള്ളിലും കലാഹൃദയമുണ്ടെന്ന് പലകുറി പറഞ്ഞുകേട്ട നമ്മൾക്കിടയിലേക്ക് വീണ്ടും ചില കലാഹൃദയമുള്ള പോലീസുകാർ കൂടി കടന്നുവരികയാണ്. സ്വന്തം കെട്ടിടത്തിൽ സംഗീത സംവിധാനമൊരുക്കി മാതൃകയാവുന്ന മലപ്പുറം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഗാനലോകവീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ആരെയും സ്വാഗതം ചെയ്യുക പതിയെ അലയടിക്കുന്ന ഈ ഗാനവീചികളാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരുടെയും പോലീസുകാരുടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, പോലീസ് സ്റ്റേഷനെ പറ്റി പൊതുവെയുള്ള കാഴ്ചപ്പാട് മാറ്റുക എന്നീ സതുദ്ദേശങ്ങളാണ് ഈ സംഗീത സംവിധാനത്തിന് പിന്നിൽ. SI A. സുനിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം മേലധികാരികൾക്ക് കൂടി സ്വീകാര്യമായതോടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ യേശുദാസും മുഹമ്മദ് റാഫിയും ജയചന്ദ്രനും ചിത്രയുമൊക്കെ പാടാൻ തുടങ്ങി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ 9 മുറികളിലും നേരിയ ശബ്ദത്തോടെ സംഗീതം അലയടിക്കുന്നുണ്ട്. ഇനി പാട്ട് കേൾക്കണ്ട എന്ന് വെച്ചാൽ മുറികളിൽ തന്നെ ഇത് ഓഫ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട്. ടെൻഷൻ ജോലിയാണെങ്കിൽ പോലും അപ്പൊ നമുക്കൊരു ഇതിങ്ങനെ ലൈറ്റ് പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് സുഖം തോന്നുന്നുണ്ട്, ടെൻഷൻ കുറയുന്നുണ്ട്. പരാതിക്കാർക്കും അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പാട്ട് കേട്ടിരിക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. അവരടുത്ത് നല്ല അഭിപ്രായമാണ്. ആർക്കും മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല.
ഇടിയും തൊഴിയും തെറിവിളിയും ഉരുട്ടലും ലോക്കപ്പ് പീഡനങ്ങളുമൊക്കെ പോലീസ് സ്റ്റേഷനെ വാർത്തകളിൽ നിറയ്ക്കുമ്പോൾ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഈ വ്യത്യസ്ത സംരംഭം ഏറെ മാതൃകാപരമാണെന്ന കാര്യം പറയാതെ വയ്യ. ഗ്രാമങ്ങളിലെ വയലേലകളിൽ വേനൽക്കാല വിളവെടുപ്പിന്റെ ഹരിത ഭംഗിയാർന്ന കാഴ്ചകളാണ് നിറയുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ ജൈവ കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ടാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ പ്രാദേശിക കർഷക കൂട്ടായ്മകൾ നൂറുമേനി വിളയിച്ചെടുത്തത്. വേനൽക്കാല വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഹരിതമനോഹരമായ ഭംഗി നിറയുകയാണ് ജില്ലയിലെ ഗ്രാമങ്ങളിലെങ്ങും. നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കൃതിയെയും കാർഷിക സമൃദ്ധിയെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നൂറുമേനി വിജയം കൊയ്തതിന്റെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാകുന്നു. കക്കോടി കിരാലൂരിലെ അക്ഷയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇത് 3ാം തവണയാണ് ഇവിടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. പച്ചക്കറികൾ മാത്രമല്ല, നെല്ലും കമ്പവും ചോളവും എല്ലാം വിളയിച്ചെടുക്കുന്നുണ്ട് ഈ കർഷക കൂട്ടായ്മ. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 23 കുടുംബങ്ങളാണ് അക്ഷയ കർഷക സമിതിയിലുള്ളത്. കക്കോടി കൃഷിഭവന്റെ സഹകരണത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5 ഏക്കറോളം വിസ്തൃതിയിലുള്ള പാടങ്ങളിലാണ് കൃഷി. 2 മാസം മുൻപാണ് കൃഷി ആരംഭിച്ചത്. പൂർണ്ണമായും പിണ്ണാക്കടക്കമുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ കൃഷി ചെയ്തത്. വെണ്ടയും വഴുതിനയും കയ്പയും പടവലങ്ങയും തണ്ണിമത്തനും ചീരയും പീച്ചിങ്ങയും അടക്കമുള്ള എല്ലാ വിളകളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കനാൽ ജലം സമയബന്ധിതമായി ലഭിക്കാത്തത് ഇത്തവണ ഇവരെ സ്വല്പം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കിണറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെ ജലസേചനം. അതുകൊണ്ടുതന്നെ പൂർണ്ണമായ രീതിയിൽ കൃഷിക്ക് ആവശ്യമായ ജലം ഇവർക്ക് ലഭ്യമായില്ല. എങ്കിലും അധ്വാനത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് പകർന്നു നൽകി കിരാലൂരിലെ പുഞ്ചപ്പാടത്ത് വിജയത്തിന്റെ ഹരിശ്രീ കുറിച്ചിട്ടുണ്ട് ഈ കർഷക കൂട്ടായ്മ. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാവുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കൃഷിരീതിയെക്കുറിച്ചും വിപണിയെക്കുറിച്ചും അക്ഷയ കർഷക സമിതിയുടെ സെക്രട്ടറി സുജേഷ് കുമാർ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജൈവ കൃഷിയായിട്ട് ഈ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് തുടരാൻ പറ്റുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും വളരെയധികം സപ്പോർട്ടും നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിപുലമായി ഈ കൃഷി തുടരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. കക്കോടി കൃഷിഭവനിലെ കൃഷി ഓഫീസർ പി.ടി. നിഷ, അക്ഷയ കർഷക സമിതി പ്രസിഡന്റ് മധുസൂദനൻ, ട്രഷറർ ജയരാജൻ, വാർഡ് മെമ്പർ വിനോദ് കിരാലൂർ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു. മുതിർന്ന കർഷകൻ കൃഷ്ണൻകുട്ടി നായരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള കൃഷിരീതിയിലൂടെയാണ് ഇവർ ഇവിടെ ഹരിത വിപ്ലവം നടത്തിയത്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇത് പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ യുവാവിന്റെ തുടർ ചികിത്സയ്ക്കായി നടുവത്തൂർ യാത്രാ സഹായ സംഘം ബസ് യാത്രയിലൂടെ തുക സ്വരൂപിച്ചു. പേരാമ്പ്ര കൊയിലാണ്ടി റൂട്ടിലെ യാത്രാ ബസ്സിലെ ജീവനക്കാരും വേതനം പറ്റാതെ ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ടിക്കറ്റ് തുകയ്ക്ക് പകരം സംഭാവന സ്വീകരിച്ച് കമ്മിറ്റിക്ക് കൈമാറി. കൊയിലാണ്ടിയിൽ നിന്നും പയ്യോളിയിലേക്ക് സർവീസ് നടത്തുന്ന യാത്രാ ബസ്സിലായിരുന്നു
ടിക്കറ്റ് തുകയ്ക്ക് പകരം സംഭാവന സ്വീകരിച്ചത്. വെങ്ങിലോട്ട് മീത്തിൽ വാഗമോളി നിധിന്റെ ചികിത്സാർത്ഥമാണ് ഇത്തരമൊരു സതിദ്ധ്യമായ യാത്ര സംഘടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബൈക്ക് അപകടത്തിൽ നിധിന് ഗുരുതരമായ പരിക്ക് പറ്റിയത്. മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. തുടർന്ന് വീട്ടിലും ചികിത്സ തുടർന്നു. നട്ടലിനും സ്പൈനൽ കോഡിനും വയറിനുള്ളിലും മാരകമായ ക്ഷതമാണ് സംഭവിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബം പ്രദേശവാസികളുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് തുടർ ചികിത്സ നടത്തുന്നത്. വിദഗ്ധ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് നടുവത്തൂർ യാത്രാ സഹായ സംഘം നേതൃത്വത്തിൽ ബസ് യാത്ര നടത്തിയത്. നിതിന്റെ ചികിത്സാ സഹായാർത്ഥം ബസ് ഇന്ന് ഓടുകയാണ്. ഇപ്പൊ ടിക്കറ്റ് ഇല്ലാണ്ട് ജനങ്ങളുടെ യാത്രക്കാരോട് സംഭാവനയായിട്ട് വാങ്ങിക്കൊണ്ട് ഇന്ന് കിട്ടുന്ന മുഴുവൻ തുകയും ആ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളികളോ ഒക്കെ തന്നെ ഈ രംഗത്ത് ഇന്ന് സേവനം ചെയ്യാണ്. അവർക്കിന്ന് പൈസ വേണ്ട. ഇന്ന് എത്ര കളക്ഷൻ കിട്ടുന്നുണ്ടോ ആ കളക്ഷനും ഈ വാഗമോളിയിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഏൽപ്പിക്കും. ഈ ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുകയാണ് നിതിന്. അപ്പോ ഇന്ന് ഞങ്ങള് ഇങ്ങനൊരു സേവനം ചെയ്യാൻ ഞങ്ങളുടെ യാത്രാ സഹായ സംഘം എന്നുള്ള സംഘം തീരുമാനിച്ചതാണ്. ആ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഓടുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു യാത്രയുടെ യാത്ര. സ്വരൂപിച്ച തുക കമ്മിറ്റിക്ക് കൈമാറി. ബസ് ജീവനക്കാരും വേതനം പറ്റാതെയാണ് ജോലിയെടുത്തത്. മോഡേൺ ഫിലിം സിറ്റി മാസികയുടെ ടെലിവിഷൻ അവാർഡ് 2015 പ്രഖ്യാപിച്ചു. മികച്ച നടിയായി ബാലാമണി സീരിയലിലെ ദേവികയെയും മികച്ച നടനായി കറുത്തമുത്തിലെ കിഷോർ സത്യയെയും തെരഞ്ഞെടുത്തു. മെയ് 10 കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഇല്ലിക്കെട്ട് നമ്പൂതിരി, PV നവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. മികച്ച സീരിയലായി ഏഷ്യാനെറ്റിലെ കറുത്തമുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. അൽ താഹിറാണ് കറുത്തമുത്തിന്റെ നിർമ്മാതാവ്. മികച്ച നടനായി കിഷോർ സത്യയും മികച്ച നടിയായി ദേവികയും അവാർഡ് നേടി. മികച്ച സഹനടന്മാരായി സന്തോഷ് കുറുപ്പും വിജയൻ കാരന്തൂർ തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ നടിമാരായി വിജയകുമാരിയും നിഷ ശാരംഗിയും അവാർഡുകൾ കരസ്ഥമാക്കി. മികച്ച ഹാസ്യനടനായി വിനോദ് കോവൂരും ഹാസ്യനടിയായി സുരഭിയും അവാർഡ് കരസ്ഥമാക്കി. മികച്ച ചാനൽ വാർത്താ ക്യാമറാമാനായി CD സലീംകുമാറും പ്രാദേശിക ചാനൽ റിപ്പോർട്ടറായി സജീഷ് ബാപ്പറ്റയും പ്രാദേശിക ചാനൽ ക്യാമറാമാനായി ബിജേഷും അവാർഡ് നേടി. നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി, ഫിലിം സിറ്റി മാസിക ചീഫ് എഡിറ്റർ PV നവീന്ദ്രൻ, കവയിത്രി ജയശ്രീ കിഷോർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. 2015 മെയ് 10 കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്നും ഇല്ലിക്കെട്ട് നമ്പൂതിരി, PV നവീന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കക്കോടി ഗ്രാമപഞ്ചായത്തിന് പുറകുവശത്തായി പൂനൂർ പുഴയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് സംശയിക്കുന്ന ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. കഴുത്തിൽ പ്രത്യേക മുത്തുകളോടുകൂടിയ മാലകൾ ഉള്ള നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 35 വയസ്സ് പ്രായം തോന്നിക്കും. ചാവയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ K രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന ജേർണലിസ്റ്റ് പ്രീമിയർ ലീഗിനുള്ള കാലിക്കറ്റ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. മലബാർ ഹോസ്പിറ്റൽസ് CEO ഡോക്ടർ മിലി മണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകി പ്രകാശനം നിർവഹിച്ചു. വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് ജേർണലിസ്റ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലാ പ്രസ് ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടും. JPL-നുള്ള കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ടീമിന്റെ പരിശീലനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ പൂർത്തിയായി. ടീമിന്റെ ജേഴ്സി സ്പോൺസർമാരായ മലബാർ ഹോസ്പിറ്റൽസിന് വേണ്ടി CEO ഡോക്ടർ മിലി മണി പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ ജേഴ്സി ഏറ്റുവാങ്ങി. നമ്മുടെ പത്രക്കാർക്കിടയിലെ താരങ്ങളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. നാളെയാണ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. നാളെ മത്സരങ്ങളില്ല. നാളെ ഇതിന്റെ ഇനാഗുറേഷനും മറ്റ് മാർച്ച് പാസ്റ്റ് തുടങ്ങി അതിന്റെ ഒഫീഷ്യൽ ചടങ്ങുകൾ മാത്രമാണ്. അടുത്ത ദിവസം തൊട്ടാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നമുക്ക് പ്രാഥമിക റൗണ്ടിൽ ആദ്യം മലപ്പുറമുണ്ട്. ആദ്യം മലപ്പുറത്തായിട്ട് മത്സരിക്കേണ്ടത്, പിന്നീട് തൃശ്ശൂർ, പിന്നെ ആലപ്പുഴ. ഈ 3 ടീമുകളാണ് നമ്മൾ പ്രാഥമിക റൗണ്ടിൽ മത്സരിക്കുന്നത്. അതിനുശേഷം ജയിച്ചാൽ ജയിക്കണം എന്നുള്ളതാണ്. മധുവാണ് ടീമിന്റെ മാനേജർ, മധുസൂദനൻ കർത്ത. അപ്പോൾ നമ്മൾ സെമിയും ഫൈനലെല്ലാം ഉണ്ട്. ഡോക്ടർ PA ലളിത, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി T ബാലനാരായണൻ, ട്രഷറർ JS ഷനിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മംഗളം ദിനപത്രത്തിലെ A ജയേഷ് കുമാർ നയിക്കുന്ന കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആദ്യ മത്സരം ശനിയാഴ്ച മലപ്പുറം പ്രസ് ക്ലബ്ബുമായാണ്. സിറാജ് ദിനപത്രത്തിലെ വിപുൽ നാഥാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ.
സിറാജിൽ നിന്ന് തന്നെ ആദർശ് ലാൽ, ഷമീർ, ഷിഹാബ്, ചന്ദ്രികയിലെ മുഹമ്മദ് അജ്മൽ, TK ഷറഫുദ്ദീൻ, മെട്രോ വാർത്തയിലെ അരുൺകുമാർ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗോകുൽ, ദേശാഭിമാനിയിൽ നിന്ന് R രഞ്ജിത്ത്, വീക്ഷണം പത്രത്തിലെ S ശ്രീശാന്ത്, മാതൃഭൂമി ന്യൂസിൽ നിന്ന് P വ്യാസ്, കൈരളിൽ നിന്ന് ജിബേഷ്, മംഗളത്തിൽ നിന്ന് രാജേഷ് മേനോൻ എന്നിവർ അടങ്ങിയതാണ് ടീം. മാതൃഭൂമിയിലെ PK വിനോദ്, മനോരമയിൽ നിന്ന് K മധുസൂദനൻ കർത്ത എന്നിവർ ടീം ഒഫീഷ്യൽസായും പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ശിക്ഷക് സദനിൽ നടന്ന ചടങ്ങിൽ കോർഡിനേറ്ററായിരുന്ന KK മുഹമ്മദ് ഫൈസലിനും ADMC ആയിരുന്ന M സലാമിനും യാത്രയയപ്പ് നൽകി. ദേവി നരിക്കിനി, ഉമ കായക്കൊടി എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കുടുംബശ്രീ മിഷൻ കോഴിക്കോട് കോർഡിനേറ്ററായിരുന്ന KK മുഹമ്മദ് ഫൈസലിനും ADMC ആയിരുന്ന M സലാമിനുമാണ് യാത്രയയപ്പ് നൽകിയത്. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ശിക്ഷക് സദനിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ ADMC ദേവി നരിക്കിനി, ADMC ഉമാ കായക്കൊടി എന്നിവർ ഇരുവർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. CDS ചെയർപേഴ്സൺമാരായ നളിനി ചെങ്ങരോത്ത്, ബിന്ദു കൂത്താളി, രമണി വടകര, സുധർമ്മ മൂടാടി, ഉഷ പയ്യോളി എന്നിവർ സംസാരിച്ചു. TP ഷീജ സ്വാഗതം പറഞ്ഞു. ശ്രീജ നടുവണ്ണൂർ അധ്യക്ഷത വഹിച്ചു. നല്ല സഹകരണ മനോഭാവമുള്ള ടീം അംഗങ്ങളായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവാം. എന്നാൽ അവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നേതൃപാടവത്തോടു കൂടി കൊണ്ടുപോകാൻ നമ്മുടെ DMC സാറിനും കഴിഞ്ഞിട്ടുണ്ട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2013-15 വർഷത്തെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ രാജു മുഖ്യാതിഥിയായിരുന്നു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2013-15 വർഷത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. പോലീസിന്റെ പരേഡിനെ മത്സരിക്കത്തക്ക വിധമുള്ള ഒരു നല്ല പരേഡ് നിങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. നല്ലളം സർക്കിൾ ഇൻസ്പെക്ടർ സജീവൻ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ ജയകുമാർ, അഡീഷണൽ നോഡൽ ഓഫീസർ മോഹനൻ, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജോബി, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവ്യ കെ, ഡ്രിൽ ഇൻസ്പെക്ടർ പ്രജിത്ത്, ഹാജിറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ABC ഫുട്ബോൾ ക്ലബ്ബ് പൊയിൽക്കാവ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ അണ്ടർ 15 ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ചലച്ചിത്ര താരം സുരേഷ് ഗോപിയായിരുന്നു ടൂർണമെന്റ് ലോഗോ പ്രകാശനം ചെയ്തത്. കേരളത്തിൽ നിന്ന് 16 ടീമുകളും ലക്നൌ, മുംബൈ, ചെന്നൈ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 ടീമുകളും ABC സോക്കർ ഫെസ്റ്റിവലിൽ മാറ്റുരയ്ക്കും. ആദ്യ 2 ദിവസം 6 കളികളുണ്ടാകും. ഉദ്ഘാടന ദിവസം 4:30 ആദ്യ മത്സരത്തിൽ JFC അലഹാബാദ് അപ്പോ സ്പോർട്ടിംഗ് കൊല്ലത്തെ നേരിടും. രണ്ടാമത്തെ കളിയിൽ YSC എടരിക്കോട് ഫാൽക്കൺ FC കൽപ്പറ്റയുമായി ഏറ്റുമുട്ടും.
മൂന്നാമത്തെ മത്സരത്തിൽ ABC FC പൊയിൽക്കാവ് GFC അലഹാബാദുമായി ഏറ്റുമുട്ടും. നാലാമത്തെ മത്സരത്തിൽ YFC എടരിക്കോട് PIFA കൊളംബ യുണൈറ്റഡ് FC മുംബൈയുമായി ഏറ്റുമുട്ടും. അഞ്ചാമത്തെ മത്സരത്തിൽ ABC FC പൊയിൽക്കാവ് കല്ലനോട് FCയെ നേരിടും. ആറാമത്തെ മത്സരത്തിൽ PIFA കൊളംബ യുണൈറ്റഡ് FC മുംബൈ ഫാൽക്കൺ FC കൽപ്പറ്റയുമായി ഏറ്റുമുട്ടും. മൈലമ്പാടിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ ധർണ നടത്തി. കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മൈലമ്പാടിയിൽ റിയലൻസ് കമ്പനി സ്ഥാപിക്കുന്ന മൊബൈൽ ടവറിനെതിരെ സായാഹ്ന ധർണ നടത്തി. ജനവാസ കേന്ദ്രമായ മൈലമ്പാടിയിൽ 100 മീറ്റർ ചുറ്റളവിൽ 2 ടവറാണ് റിയലൻസ് നിർമ്മിക്കുന്നത്. ജനകീയ പ്രതിരോധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പിൻവാതിലൂടെ അധികൃതരെ സ്വാധീനിച്ച് ടവർ നിർമ്മാണം തുടരുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. 8 9 ടവർ വരുന്ന സമിതികളുണ്ട്. മടത്തിലമുക്ക്, തൊണ്ടയാട്, നടാങ്ങൽ, കുടിൽത്തോട്, ഒറ്റമ്മൽ, വഴിപോക്ക്, മൈലാമ്പാടി, ഗോവിന്ദപുരം, കോട്ടൂളി. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ്, K ശശിധരൻ, ഹരിദാസൻ, P വേണുഗോപാൽ, K പ്രേമരാജൻ, NP ബാബുരാജ്, MT സേതുമാധവൻ, KP ശിവദാസൻ, ആശ ജയപ്രകാശ്, KP രാമരാജൻ, വേലുക്കണ്ടിദാസൻ, നാരങ്ങാലി സുരേശൻ എന്നിവർ സംസാരിച്ചു. ടവർ വിരുദ്ധ സമിതി പ്രസിഡന്റ് PK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. K പ്രകാശൻ സ്വാഗതവും CP സുജീഷ് നന്ദിയും പറഞ്ഞു. ഇനി ബിസിനസ് വാർത്തകൾ. ലുലു വെഡിംഗ് സെന്ററിന്റെ 9ാമത് ഷോറൂം പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K കുഞ്ഞമ്മദ് മാസ്റ്റർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT കുമാരൻ, അനന്തൻ അമ്പാടി, PT അബ്ദുള്ളക്കോയ, PT യൂനസ് എന്നിവർ സംബന്ധിച്ചു. ആദ്യ വിൽപ്പന അലങ്കാർ ഭാസ്കറിന് നൽകി പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 52ാമത് വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഏപ്രിൽ 11, 12 തീയതികളിൽ ചേളന്നൂർ SNG കോളേജിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് കോഴിക്കോട് സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ MV നാരായണൻ സാമൂഹ്യ ഇടപെടലിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ P അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുമെന്നും KSSB ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 11 തീയതി ശനിയാഴ്ച തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബിലാത്തികുളം NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം നടത്തും. K മുരളീധരൻ MLA ഭദ്രദീപം തെളിയിക്കും. MK രാഘവൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. A പ്രദീപ് കുമാർ MLA, കലക്ടർ N പ്രശാന്ത് IAS തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 10 പെൺകുട്ടികളാണ് സമൂഹ വിവാഹത്തിലൂടെ മംഗല്യവതികളാകുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും ഭീകരവാദത്തിനുമെതിരെ ജനകീയ ജാഗരണം എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 6 മാസമായി കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിന്റെ സമാപന മഹാസമ്മേളനം ഏപ്രിൽ 12 ഞായറാഴ്ച കോഴിക്കോട്ട് നടക്കും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ദന്തൽ കോളേജ് ദന്തക്രമീകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വിവിധ ദന്തൽ കോളേജുകളിലെ ദന്തക്രമീകരണ വിഭാഗത്തിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഡോക്ടർമാരും പങ്കെടുക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയും ശില്പശാലയും കാലിക്കോർത്ത് 2015 ഏപ്രിൽ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടത്തും. ജില്ലാ കലക്ടർ N പ്രശാന്ത് IAS ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ ശോഭ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അറിയിപ്പുകൾ. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി PVS ആശുപത്രിയിൽ സൗജന്യ കാർഡിയോളജി പരിശോധന സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 7 മുതൽ 27 വരെ ഓരോ ദിവസവും ഞായർ ഒഴികെ ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് വീതമാണ് സൗജന്യ ചികിത്സയും പരിശോധനയും. കൂടുതൽ വിവരങ്ങൾക്ക് 0495301222 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓട്ട് കമ്പനി തൊഴിലാളി സമരം 80ാം ദിവസത്തിലേക്ക്. കമ്പനി ഉടമകളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹ സമരം. വിഷുവിന് നിറക്കാഴ്ചയൊരുക്കാൻ കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി. ബൈക്ക് അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായ യുവാവിന് പുതുജീവൻ. ചികിത്സയ്ക്ക് പണം സ്വരൂപിച്ചത് ബസ് യാത്രയിലൂടെ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.